സത്യം സത്യമായി അരുളിയ തിരുവചനം, നിത്യസത്യമായി അരുളിയ ദിവ്യവചനം, ശാന്തിയായി ദീപമായി വിടുതലായി രക്ഷയായി സത്യം സത്യമാ സത്യം സത്യമാ സത്യം സത്യമാ സത്യം സത്യമാ. ഗുരുവരനേശുവിൻ മഹിമകൾ പാടാൻ ഒരുമയോടൊന്നായി അണയുക നാം. ഗുരുവരനേശുവിൻ മഹിമകൾ പാടാൻ ഒരുമയോടൊന്നായി അണയുക നാം. അവനല്ലോ വാനം ഭുവനവുമഖിലം തൻ തിരുമൊഴിയാൽ ഉരുവാക്കിയോ. ഗുരുവരനേശുവിൻ മഹിമകൾ പാടാൻ ഒരുമയോടൊന്നായി അണയുക നാം. സത്യം സത്യമായി എന്ന ദൈവവചന സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് അധികം കാലം ഈ ഭൂമിയിൽ ഇനിയും തുടരാനായിട്ട് സാധിക്കുകയില്ല. സകലതും നശിക്കാനായിട്ട് പോവുകയാണ്. എന്നാൽ ഒരു പുതിയ ഭൂമി വരാനായിട്ട് പോകുന്നു. ആ പുതിയ ഭൂമിയിൽ നിങ്ങളുണ്ടാകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ദൈവത്തെ നിഷേധിക്കുന്ന മനുഷ്യരോടുകൂടെ നശിക്കുവാൻ വേണ്ടിയല്ല ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. മറിച്ച് ദൈവത്തിൻ്റെ പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ജഡം ധരിച്ചു വന്ന് സകല മനുഷ്യവർഗത്തിൻ്റെ പാപം തൻ്റെ മേൽ വഹിച്ച് മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് ശാശ്വതമായിരിക്കുന്ന പരിഹാരം തൻ്റെ കാൽവരിയിലെ ക്രൂശിലും മരണത്തിലൂടെ താൻ വരുത്തി. ആ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആർക്കും പാപക്ഷമ, നിത്യജീവൻ ദൈവം സൗജന്യമായിട്ട് നൽകുന്നു. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ദൈവം ഒരുക്കുന്നതാണ് പുതിയ ഭൂമി. കർത്താവിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രേക്ഷകർക്കും സ്നേഹവന്ദനങ്ങൾ. പത്രോസ് അപ്പോസ്തലൻ എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു. അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കയാൽ അവൻ നിങ്ങളെ കറയും കളങ്കവുമില്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ ദീർഘക്ഷമയെ രക്ഷയെന്ന് വിചാരിപ്പിൻ. അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളിലും എഴുതിയിട്ടുണ്ടല്ലോ. അതിൻ്റെ മുൻപിലുള്ള ഒരു വാക്യവും കൂടെ ചേർത്ത് വായിക്കുമ്പോൾ ഈ വായിച്ചതായിരിക്കുന്ന ഈ വാക്യത്തിൽ പറയുന്ന ആ വിഷയം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാകും. അത് 13-ാമത്തെ വാക്യമാണ്. എന്നാൽ നാം അവൻ്റെ വാഗ്ദത്തപ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കയാൽ എന്ന് പറഞ്ഞങ്ങ് തുടങ്ങുകയാണ്. അടുത്തയിടെ മരിച്ച വിഖ്യാത ശാസ്ത്രജ്ഞനായിരുന്ന സ്റ്റീഫൻ ഹോക്കിൻസ്, അദ്ദേഹം 2018 മാർച്ച് മാസത്തിലാണ് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയത്. ഈ തലമുറയിൽ അല്ലെങ്കിൽ അദ്ദേഹം ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ ലോകം ഏറ്റവും ആദരിച്ചിരുന്ന ഒരു ശാസ്ത്രജ്ഞനായിരുന്നു സ്റ്റീഫൻ ജെ ഹോക്കിൻസ്. അദ്ദേഹം മരിക്കുന്നതിന് ചില വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതായിരിക്കുന്ന ഒരു പ്രസ്താവന ഇപ്രകാരം കേൾക്കാനിടയായി. നാം പുതിയൊരു ഭൂമി കണ്ടെത്തേണ്ട സമയമായിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ബൈബിളിൽ പറയുന്നത് പോലെ പുതിയൊരു ഭൂമി, പുതിയൊരാകാശം വരാനായിട്ട് പോകുന്നു എന്നുള്ള പ്രതീക്ഷയുള്ളത് കൊണ്ടല്ല അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത്, ഇന്ന് നാം വസിക്കുന്ന ഈ ഭൂമി ഇനി എത്ര കാലവും കൂടെ നമുക്ക് വാസയോഗ്യമായിരിക്കും എന്നുള്ളത് സംശയമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം മാത്രമല്ല, ഇന്ന് ലോകത്തിലുള്ളതായിരിക്കുന്ന പല ശാസ്ത്രജ്ഞന്മാരും അതേ അഭിപ്രായമുള്ള ആളുകളാണ്. നാം പുതിയൊരു ഭൂമി കണ്ടെത്തേണ്ട സമയമായിരിക്കുന്നു. നമുക്ക് അധികം കാലം ഈ ഭൂമിയിൽ ഇനിയും തുടരാനായിട്ട് സാധിക്കുകയില്ല.
ഇത് ബൈബിൾ എത്രയോ വർഷങ്ങൾക്ക് മുൻപേ, നൂറ്റാണ്ടുകൾക്ക് മുൻപേ, സഹസ്രാബ്ദങ്ങൾക്ക് മുൻപേ ബൈബിളിൽ അത് പറഞ്ഞിരിക്കുന്നൊരു കാര്യമാണ്. 2 പത്രോസിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങളിൽ നാം ഇപ്രകാരമാണ് വായിക്കുന്നത്: കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തു പോകുകയും ചെയ്യും. ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതായിരിക്കയാൽ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുമുള്ള ദൈവ ദിവസത്തിൻ്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരായിരിക്കണം. അപ്പോൾ ഇവിടെ അപ്പോസ്തലനായിരിക്കുന്ന പത്രോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് 2000 വർഷങ്ങൾക്ക് മുൻപ് മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും. ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അത് വെന്ത് ഉരുകുവാനായിട്ട്, അത് നശിക്കുവാനായിട്ട് പോവുകയാണ്. അത് കത്തി അഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തു പോവുകയും ചെയ്യും. അതായത് നാം ജീവിക്കുന്ന ഈ ഭൂമി എക്കാലത്തും നിലനിൽക്കുന്ന ഒരു ഗോളമല്ല. ശാസ്ത്രീയ ലോകത്ത് അതിനെക്കുറിച്ചൊക്കെ വ്യത്യസ്തമായിരിക്കുന്ന ചിന്താഗതികളുണ്ട്, അഭിപ്രായങ്ങളുണ്ട്. ഇതിൻ്റെ ആരംഭത്തെക്കുറിച്ച് തന്നെ വ്യത്യസ്തമായിരിക്കുന്ന ചിന്താഗതികളും ആശയങ്ങളുമാണ് ശാസ്ത്രലോകത്തുള്ളത്. ലോകത്തിൽ പല ബുദ്ധിമാന്മാരായിരിക്കുന്ന ആളുകളുടെയും മധ്യത്തിലുള്ളത്. ലോകം എങ്ങനെ ഉണ്ടായി, ഭൂമി എങ്ങനെ ഉണ്ടായി എന്നുള്ള വിഷയത്തെ സംബന്ധിച്ച് ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ദൈവം സൃഷ്ടിച്ചതായിരിക്കുന്ന ഈ ഭൂമി നിത്യമായി നിലനിൽക്കുവാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ച ഒന്നല്ല. ഇത് കത്തി അഴിഞ്ഞ് പുതിയൊരു ഭൂമി വരാനായിട്ട് പോകുന്നു. അപ്പോൾ പുതിയൊരു ഭൂമിക്ക് വേണ്ടി നാം ഒരുങ്ങിയിട്ടുണ്ടോ? ഈ പുതിയ ഭൂമി ആർക്കു വേണ്ടിയാണ് ഒരുക്കപ്പെടുന്നത്? ഇന്ന് ഈ ലോകത്തിൽ, ഈ പഴയ ഭൂമിയിൽ, അല്ലെങ്കിൽ ഇന്നത്തെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരെയും പുതിയ ഒരു ഭൂമിയിലേക്ക് അങ്ങ് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഈ ഭൂമി അങ്ങ് ഇല്ലാതായി തീരുകയാണോ? അങ്ങനെയല്ല. ഈ ഭൂമി നശിക്കും. ഈ ഭൂമി നശിക്കുമ്പോൾ ഈ ഭൂമിയോട് കൂടെ സകലതും നശിക്കാനായിട്ട് പോവുകയാണ്. എന്നാൽ ഒരു പുതിയ ഭൂമി വരാനായിട്ട് പോകുന്നു. ആ പുതിയ ഭൂമിയിൽ ആർക്കാണ് പ്രവേശനമുള്ളത്? ആ പുതിയ ഭൂമിയിൽ നിങ്ങളുണ്ടാകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ആ പുതിയ ഭൂമിയിലേക്ക് നമുക്ക് എങ്ങനെ പ്രവേശനം കിട്ടും? ശാസ്ത്രലോകം ഈ പുതിയ ഭൂമി ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അനേകം നാളുകളായി ശാസ്ത്രീയ മേഖലയിൽ ഗവേഷണങ്ങൾ നടത്തുന്ന, നിരീക്ഷണങ്ങൾ നടത്തുന്ന ബുദ്ധിമാന്മാരായിരിക്കുന്ന ആളുകൾ, ശാസ്ത്രജ്ഞന്മാർ, അവരാകാശത്തിൽ എപ്പോഴും നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്യാധുനിക ടെലിസ്കോപ്പുകളൊക്കെ അവർ കണ്ടെത്തി. ദൂരെ കോടാനുകോടി കിലോമീറ്ററുകൾ ദൂരെയുള്ളതായിരിക്കുന്ന ഗോളങ്ങൾ അവർക്ക് കണ്ടെത്താനായിട്ട് ഇപ്പോൾ സാധിക്കുന്നുണ്ട്. ഈ അടുത്തിടെ നമ്മളൊരു വാർത്ത വായിച്ചു, ഒരു പുതിയ ഭൂമി കണ്ടെത്തിയിരിക്കുന്നു. എന്നാൽ ഈ പുതിയ ഭൂമിയെക്കുറിച്ച് അവർക്ക് കൂടുതലൊന്നും പറയാനായിട്ട് അറിയില്ല. അവിടെ മനുഷ്യർക്ക് വസിക്കുവാൻ പര്യാപ്തമായിരിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടോ? ഓക്സിജൻ അവിടെ ഉണ്ടോ? മനുഷ്യർക്ക് പോയി ജീവിക്കാനായിട്ട് സാധിക്കുമോ എന്നറിയില്ല. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, മനുഷ്യരാശി കുറേ നാളുകളായി പുതിയ ഭൂമിക്ക് വേണ്ടി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അവർ ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ട് പുതിയൊരു ഭൂമിക്ക് വേണ്ടി അവർ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ അന്വേഷിക്കുന്നത്? എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഈ ഭൂമി അധികം കാലം ഇനി നിലനിൽക്കുകയില്ല എന്നുള്ളത് ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം. കാരണം ഇന്നത്തെ ഈ ലോകത്തിൻ്റെ പോക്ക് ശ്രദ്ധിച്ചാൽ ഒരു വശത്ത് പുരോഗതിയുണ്ട്, അഭിവൃദ്ധിയുണ്ട്, എന്നാൽ മറുവശത്ത് അധോഗതിയും ജീർണതയും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ലോകം ഇങ്ങനെ അധികം കാലം മുൻപോട്ട് പോവുകയില്ല, ഈ ഭൂമി ഇങ്ങനെ അധികം കാലം നിലനിൽക്കുകയില്ല എന്ന് സ്റ്റീഫൻ ജെ ഹോക്കിൻസ് പറഞ്ഞുവെങ്കിൽ അതിന് പിന്നിൽ വ്യക്തമായിരിക്കുന്ന കാരണങ്ങളുള്ളത് കൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞത്. അപ്പോൾ പുതിയൊരു ഭൂമിക്ക് വേണ്ടി നാം എന്താണ് ചെയ്യേണ്ടത്? എവിടെയെങ്കിലുമൊക്കെ പുതിയൊരു ഗോളം ഉണ്ടോ, ഒരു ഭൂമി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അന്വേഷിച്ച് കണ്ടെത്തി ആ ഭൂമിയിലേക്ക് നമുക്കിവിടെ നിന്ന് ബഹിരാകാശ യാത്രയ്ക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന റോക്കറ്റുകളും പ്ലെയിനുകളുമൊക്കെ, സ്പേസ് ഷിപ്പുകളൊക്കെ ഉപയോഗിച്ച് ഇവിടെ നിന്ന് മനുഷ്യരെ അങ്ങോട്ട് എത്തിക്കുകയാണോ ചെയ്യുന്നത്? ഇന്ന് ലോകത്തിലെ ശതകോടീശ്വരനായിരിക്കുന്ന എലോൺ മസ്കിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ലോകത്തിലെ ഏറ്റവും സമ്പന്നനായിരിക്കുന്ന മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്തെന്ന് ചോദിച്ചാൽ 2050 ആകുമ്പോഴേക്കും മനുഷ്യരെ പുതിയൊരു ഗ്രഹത്തിൽ കൊണ്ടുപോയി താമസിപ്പിക്കണം. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹമാണ് ഈ സ്പേസ് ടൂറിസം പദ്ധതി അദ്ദേഹം ആരംഭിച്ചു. ഇതിനോടകം തന്നെ കാശുള്ള ധാരാളം ആളുകൾ സ്പേസിൽ പോയി തിരിച്ചു വന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും മനുഷ്യരെ പുതിയൊരു ഭൂമിയിൽ കൊണ്ടുപോയി പാർപ്പിക്കുക എന്നുള്ളത് എലോൺ മസ്കിൻ്റെ ഒരു മിഷനായിട്ട് അദ്ദേഹം ഏറ്റെടുത്തിരിക്കുകയാണ്.
ഇന്നത്തെ ലോകത്തിൽ നാം കാണുന്നതായിരിക്കുന്ന ഈ പ്രതിഭാസങ്ങൾ, ഈ സംഭവ വികാസങ്ങളൊക്കെ നിരീക്ഷിക്കുമ്പോൾ ഒരു വശത്ത് കാട്ടുതീ, ആഗോളതാപനം, മഞ്ഞുരുകൽ, കാലാവസ്ഥയ്ക്ക് വരുന്ന മാറ്റങ്ങൾ, അപ്പോൾ ഇതെല്ലാം കൂടി ഈ ഭൂമിയെ ഇനി അധികം കാലം ഇവിടെ നിലനിർത്തുമോ? നമുക്ക് മറ്റൊരു സ്ഥലം, വാസയോഗ്യമായിരിക്കുന്ന മറ്റൊരു സ്ഥലം നമ്മൾ എത്രയും പെട്ടെന്ന് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതല്ലേ എന്നുള്ളതായിരിക്കുന്ന ചിന്തയാണ് ശാസ്ത്രലോകത്തിനുള്ളത്. മനുഷ്യവർഗം എത്രമാത്രം പുരോഗമിച്ചിട്ടും അവൻ ബൗദ്ധികമായി അവൻ വളരെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവര സാങ്കേതിക മേഖലയിലൊക്കെ വലിയ കുതിച്ചുചാട്ടങ്ങളാണ് മനുഷ്യൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഈ ഭൂമിയുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഈ ഭൂമി മനുഷ്യർക്ക് ഇനിയും ദീർഘനാൾ വസിക്കാവുന്ന നിലയിലേക്ക് ഈ ഭൂമിയെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഇവർക്കാർക്കുമില്ല. യഥാർത്ഥത്തിൽ എന്താണ് ഈ ഭൂമിയുടെ പ്രശ്നം? എന്തുകൊണ്ടാണ് ഈ ഭൂമി ഇങ്ങനെ ജീർണിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ഭൂമിയിലെ പ്രശ്നങ്ങൾ എന്തുകൊണ്ട് മനുഷ്യന് വിചാരിച്ചിട്ടും പരിഹരിക്കാനായിട്ട് സാധിക്കുന്നില്ല? ഈ ഭൂമിയിൽ പല നിലകളിലുള്ള പ്രശ്നങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. മനുഷ്യത്വരഹിതമായിരിക്കുന്ന പ്രവൃത്തികൾ, അധാർമികമായിരിക്കുന്ന പ്രവൃത്തികൾ, ദൈവബോധമില്ലാത്ത മനുഷ്യൻ കാട്ടിക്കൂട്ടുന്നതായിരിക്കുന്ന കൊള്ളരുതായ്മകൾ, ഇതെല്ലാം ഈ ഭൂമിയിൽ നിന്ന് പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഈ ഭൂമിയുടെ പ്രശ്നം? ഇത്രയും വർഷങ്ങൾ പഴകി എന്നുള്ളതാണ് ഭൂമിയുടെ പ്രശ്നം. എല്ലാ വസ്തുക്കളും അങ്ങനെയാണല്ലോ, കുറേ പഴകി കഴിയുമ്പോൾ ഒരു പുതുമയ്ക്ക് വേണ്ടി പഴയത് മാറ്റി പുതിയത് നാം വാങ്ങും, പുതിയത് നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ നാം കുറേ വർഷങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചല്ലോ, അതുകൊണ്ട് ഇനി ഈ ഭൂമി നമുക്കൊന്ന് മാറ്റിയിട്ട് ഇനി പുതിയൊരു ഭൂമി നമുക്ക് അങ്ങ് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതായിരിക്കുന്ന ചിന്തയും മനുഷ്യർക്കുണ്ടോയെന്നറിയില്ല. എന്തായാലും ഈ ഭൂമിയുടെ പ്രശ്നം എന്താണ്? എന്തുകൊണ്ടാണ് നാം ഇന്ന് ജീവിക്കുന്ന ഈ ഭൂമിയിൽ ഈ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുന്നത്? ഈ ഭൂമിയിലെ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ ചില ആളുകൾ പറയാറുണ്ട്, മടുത്തു, ജീവിതം മടുത്തു, എങ്ങനെ ഈ ഭൂമിയിൽ ഇനി ജീവിക്കും, എങ്ങനെ ഈ ലോകത്ത് ഇനി മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റും, എങ്ങനെ ഒരു 2 തലമുറയും കൂടെ കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കും, മക്കളെ എങ്ങനെ വളർത്തും, ഈ ഭൂമി ഇങ്ങനെ പ്രശ്നങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, മനുഷ്യൻ്റെ പാപമാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. മനുഷ്യൻ ചെയ്തു കൂട്ടുന്നതായിരിക്കുന്ന പാപങ്ങൾ, ദൈവത്തെ ഓർക്കാതെ ദൈവത്തിൽ നിന്ന് അകന്നു മനുഷ്യൻ അവൻ സ്വാർത്ഥനായി അവൻ കാട്ടിക്കൂട്ടുന്നതായിരിക്കുന്ന എല്ലാ കൊള്ളരുതായ്മകളും ഈ ഭൂമിയെ ഇങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഈ ഭൂമി ഒരു ദിവസം ഇല്ലാതാകും, ഈ ഭൂമി കൊടുമുഴക്കത്തോടുകൂടെ ഒഴിഞ്ഞു പോകുന്നൊരു ദിവസമുണ്ട്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് മറ്റൊരു ഭൂമി അന്വേഷിക്കണം. ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ ദൈവം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, എത്രയും നല്ലതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവം ഭൂമിയെ സൃഷ്ടിച്ച വിവരണങ്ങൾ ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, 1-ലും 2-ലും വായിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ദൈവം സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ എത്രയും നല്ലതെന്ന് ദൈവം കണ്ടു എന്നാണ് വായിക്കുന്നത്. അപ്പോൾ വളരെ മനോഹരമായിട്ട് എത്രയും നല്ലതായിട്ട് ദൈവം സൃഷ്ടിച്ചതായിരിക്കുന്ന ഈ ഭൂമിയെ ഇത്രയും മോശമാക്കിയതാരാണ്? മനുഷ്യൻ, പാപിയായിരിക്കുന്ന മനുഷ്യൻ്റെ പാപമാണ് ഈ ഭൂമിയെ ഇങ്ങനെ ജീർണതയിലേക്ക്, നാശത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനുള്ള പരിഹാരം എന്താണ്? നമുക്ക് എങ്ങനെ ഈ പുതിയ ഭൂമിയിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കും? ഇനി കാശുള്ളവർക്ക് പോകാൻ സാധിക്കുന്ന ഒരു സംവിധാനമാണ് പുതിയ ഭൂമിയെങ്കിൽ എല്ലാവർക്കും പോകാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. ഇപ്പോൾ എലോൺ മസ്കിൻ്റെ പ്ലാൻ അനുസരിച്ച് അതിസമ്പന്നന്മാരായിരിക്കുന്ന ആളുകൾക്ക് മാത്രമേ അങ്ങനെ സ്പേസ് ഷിപ്പിൽ ഈ ഇന്നത്തെ ഈ ഭൂമിയിൽ നിന്ന് മറ്റൊരു ഭൂമിയിലേക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അദ്ദേഹം ഈയിടെ സ്പേസ് ടൂറിസം എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു പരിപാടി അദ്ദേഹം തുടങ്ങിയെന്നുള്ളത് നമുക്കറിയാം. ഇന്ന് മനുഷ്യൻ സ്പേസ് വരെ ഒന്ന് പോയിട്ട് വരണമെങ്കിൽ ഏതാണ്ട് $50 മില്യൺ വേണം. $50 മില്യൺ ഉണ്ടെങ്കിൽ ഈ സ്പേസ് വരെ ഒരാൾക്കൊന്ന് പോയിട്ട് വരാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ കറൻസിയിൽ പറഞ്ഞാൽ ഒരു 412 കോടി രൂപ വേണം. അപ്പോൾ ഇത്രയും കോടി രൂപ മുടക്കാനായിട്ട് ഒരാൾക്ക് വകയുണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ഈ ശൂന്യാകാശം വരെ അല്ലെങ്കിൽ സ്പേസ് വരെ ഒന്ന് പോയിട്ട് വരാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഭൂമിയിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പണം മുടക്കി പോകണമെങ്കിൽ അതത്ര എളുപ്പമല്ല എന്നുള്ളതാണ് ഇത് നമ്മളെ ഓർപ്പിക്കുന്നത്. തന്നെയുമല്ല, ഒരാൾക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ അതിനുള്ള എഡ്യൂക്കേഷൻ വേണം, അതിനുള്ള അറിവ് വേണം, അതിനുള്ള പണം വേണം, അതിനുള്ള അനുകൂല സാഹചര്യങ്ങൾ വേണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ അങ്ങോട്ടൊന്ന് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഏതാണ്ട് 10 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന പരിശീലനങ്ങൾക്കൊക്കെ ഒടുവിലാണ് ഒരാൾക്ക് സ്പേസിലേക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും അങ്ങോട്ട് പോകാനായിട്ട് സെലക്ഷൻ കിട്ടിയ ഒരാളാണല്ലോ നമ്മുടെയൊക്കെ നാട്ടുകാരനായിരിക്കുന്ന സന്തോഷ് ജോർജ് കുളങ്ങര.
അപ്പോൾ അറിവുള്ളവർക്കും പണമുള്ളവർക്കും സ്വാധീനമുള്ളവർക്കും മാത്രം മനുഷ്യനിർമ്മിതമായിരിക്കുന്ന ഈ സംവിധാനം ഉപയോഗിച്ച് അവന് പുതിയ ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഇതൊക്കെ നൽകുന്നത്. എന്നാൽ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന ഒരു പുതിയ ഭൂമിയുണ്ട്. ആ പുതിയ ഭൂമിയിലേക്ക് ഒരു പണവും നമുക്ക് മുടക്കില്ല. ആ പുതിയ ഭൂമിയിലേക്ക് പോകാനായിട്ടുള്ള പരിശീലനം ഈ സ്പേസ് ഷിപ്പിൽ പോകാനായിട്ടുള്ള പരിശീലനമല്ല. കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞതായിരിക്കുന്ന ഒരു വാക്കുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങളിൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞു: നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ കലങ്ങിപ്പോകരുത്, നിങ്ങൾ ഭാരപ്പെടണ്ട. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ സ്ഥലമൊരുക്കിയാൽ വീണ്ടും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അപ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു സ്ഥലമുണ്ട്, ഒരു ഭൂമിയുണ്ട്. അവിടേക്ക് കർത്താവ് നമ്മെ കൊണ്ടുപോകുന്ന ഒരു ദിവസമുണ്ട്. അപ്പോൾ ആർക്കാണ് ഈ പുതിയ ഭൂമിയിലേക്ക് പോകാൻ സാധിക്കുന്നതെന്ന് ചോദിച്ചാൽ, കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് ജീവിതത്തിൽ അംഗീകരിച്ച് ആ കർത്താവിൽ വിശ്വസിച്ച് കർത്താവിനെ ആശ്രയിച്ച് അവനെ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് മാത്രമേ ഈ പുതിയ ഭൂമിയിലേക്ക് പ്രവേശനമുള്ളൂ. എന്നാൽ ഈ ഭൂമിയിലേക്ക് പോകാനായിട്ട് ആർക്കും സാധിക്കും. അതിനുള്ള സാധ്യത എല്ലാ മനുഷ്യർക്കും ഉണ്ട്. അതിനുള്ള സാധ്യത പണക്കാരായിരിക്കുന്നവർക്ക് മാത്രം പരിമിതപ്പെടുത്തിയിട്ടില്ല. അറിവുള്ളവർക്ക് വേണ്ടി മാത്രം പരിമിതപ്പെടുത്തിയിട്ടില്ല. അല്ലെങ്കിൽ കാര്യക്ഷമതയുള്ളവർക്ക് വേണ്ടി മാത്രം പരിമിതപ്പെടുത്തിയിട്ടില്ല. അല്ലെങ്കിൽ ഇന്ന രാജ്യക്കാർക്ക് വേണ്ടി എന്നില്ല. ലോകത്തിലെ മനുഷ്യകുലത്തിൽ പിറന്ന സകല മനുഷ്യർക്കും ദൈവം ആ ഓഫർ വെച്ചിട്ടുണ്ട്. വരൂ, ദൈവം ഒരുക്കുന്ന ആ പുതിയ ഭൂമിയിലേക്ക് നിങ്ങൾ വരൂ. ഈ ലോകം പാപം നിറഞ്ഞതായിരിക്കുന്ന ഈ ലോകം, പാപത്തിൻ്റെ പരിണതഫലമായിട്ടുള്ള എല്ലാ വേദനകളും സങ്കടങ്ങളും നിരാശയും നിറഞ്ഞതായിരിക്കുന്ന ഈ ലോകം, ഈ ലോകത്തിൽ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതം നിങ്ങൾ ജീവിച്ച് മടുത്തു കാണും. ചിലർ പറയാറുണ്ട് ജീവിതം മടുത്തും. എന്നാൽ പ്രിയ ശ്രോതാക്കളെ, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു പുതിയ ഭൂമിയുണ്ട്. നീതി വസിക്കുന്ന ഒരു ഭൂമിയുണ്ട്. ആ ഭൂമിയിലേക്ക് നിങ്ങൾക്കും പ്രവേശനമുണ്ട്. ആ ഭൂമിയിലേക്ക് നിങ്ങൾക്കും പോകാം. അതിനുള്ള മാർഗം, അതിനുള്ള വഴി കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവാണ്. അങ്ങനെ ആ പുതിയ ഭൂമിയിലേക്ക് പോകുന്ന, പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആളുകൾക്കുള്ള ഒരു പ്രബോധനമാണ് നാം വായിച്ച ആദ്യത്തെ ആ വാക്യം. അവിടെ എന്താ പറയുന്നത്? ഈ പുതിയ ഭൂമിയിലേക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവർ എങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കണം, അവരാരാണ്, അവരെങ്ങനെയുള്ളവരാണെന്നാണ് പറയുന്നത്. അവരെത്ര വിശുദ്ധ ജീവിതം നയിക്കുന്നവരാണ്. അതായത് പാപത്തിൽ, ദൈവത്തെ അറിയാത്ത ഈ ലോകത്തിൽ പാപത്തിൽ നടക്കുന്ന, പാപത്തിൽ മുഴുകി ജീവിക്കുന്നതായിരിക്കുന്ന, ധാർമ്മിക മൂല്യങ്ങളില്ലാതെ, ദൈവബോധമില്ലാതെ ജീവിക്കുന്നതായിരിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ നടുവിൽ നിന്ന് അവർ വേർപെട്ട് ദൈവത്തെ അറിയുന്ന, ദൈവമൂല്യങ്ങളെ മുറുകെ പിടിക്കുന്ന, സത്യത്തിൻ്റെ വഴിയിൽ നടക്കുന്നതായിരിക്കുന്ന ആളുകളാണ് ഈ പുതിയ ഭൂമിയിലേക്ക് പോകുന്നവരെന്നാണ് അപ്പോസ്തലനായിരിക്കുന്ന പത്രോസ് പറയുന്നത്. തന്നെയുമല്ല, താൻ അതിൻ്റെ കൂടെ പറഞ്ഞു, അവർ സമാധാനത്തിൽ ജീവിക്കുന്നവരാണ്, നല്ല സമാധാന ബന്ധത്തിൽ ജീവിക്കുന്നവരാണ്, ദൈവവചനത്തിൽ നിലനിൽക്കുന്ന ഒരു ജീവിതമാണ് ഈ പുതിയ ഭൂമിയിലേക്ക് പോകുന്നവരുടെ പ്രത്യേകത. അവർ ദൈവകൃപയിൽ വളരുന്നവരാണ്. ദൈവകൃപയിൽ വളരുക, ദൈവപരിജ്ഞാനത്തിലും ദൈവകൃപയിലും വളരുന്ന ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ ദൈവത്തെ അറിയുന്ന ഒരു ജീവിതം. പുതിയ ഭൂമിയിലേക്ക് പോകുന്നവരുടെ പ്രത്യേകത എന്താണ്? അവർ ദൈവത്തെ അറിയുന്ന, ദൈവപരിജ്ഞാനത്തിൽ വളരുന്ന, ജീവിക്കുന്ന, ദൈവകൃപയിൽ നടക്കുന്ന ഒരു ജീവിതമാണ് ഈ പുതിയ ഭൂമിയിലേക്ക് പോകുന്നവരുടെ ജീവിതം എന്ന് പറയുന്നത്. എന്താണ് ദൈവപരിജ്ഞാനത്തിൽ വളരുക എന്ന് പറയുന്നത്? ദൈവപരിജ്ഞാനത്തിൽ വളരുക എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ ജീവിക്കുക, ദൈവം ആരാണെന്ന് തിരിച്ചറിയുക. ദൈവത്തെ തിരിച്ചറിയുന്ന ഒരാൾ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവഭയത്തോടുകൂടെ നടക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ ദൈവമൂല്യങ്ങളെ, ധാർമ്മിക മൂല്യങ്ങളെ, ആത്മീക മൂല്യങ്ങളെ മുറുകെ പിടിച്ച് ജീവിക്കുന്നവരാണ്. അവരുടെ ജീവിതത്തിൽ അവരുടെ സന്തോഷവും ആനന്ദവും അവർ ദൈവത്തിൽ കണ്ടെത്തും. ദൈവത്തിൽ അവർക്ക് നിത്യമായിരിക്കുന്ന ആനന്ദമുണ്ട്, നിത്യമായിരിക്കുന്ന സന്തോഷമുണ്ട്. ദൈവത്തിൽ അവർക്ക് തൃപ്തിയുള്ള ഒരു ജീവിതമുണ്ട്. അതാണ് പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കും വേണ്ടി കാത്തിരിക്കുന്നവരുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഞങ്ങളെ ശ്രവിക്കുന്നതായിരിക്കുന്ന പ്രിയ സ്നേഹിതരെ, ദൈവം സൃഷ്ടിച്ചതായിരിക്കുന്ന, മനോഹരമായിട്ട് ദൈവം സൃഷ്ടിച്ച ഈ ഭൂമി, മനുഷ്യൻ പാപം ചെയ്ത് ദൈവ മൂല്യങ്ങളെയും ദൈവിക പ്രമാണങ്ങളെയും എല്ലാം കാറ്റിൽ പറത്തി ജീവിച്ച്
പാപത്തിന് ഏൽപ്പിച്ചതായിരിക്കുന്ന ഈ ഭൂമി, മനുഷ്യൻ്റെ പാപം നിമിത്തം ദൈവം ഈ ഭൂമിയെ നശിപ്പിച്ച് ദൈവം പുതിയൊരു ഭൂമി ദൈവം സൃഷ്ടിക്കാനായിട്ട് പോവുകയാണ്. എന്നാൽ ഈ പുതിയ ഭൂമിയിലേക്ക് നിങ്ങൾക്കും പ്രവേശനമുണ്ട്. ഈ ഭൂമിയിൽ ദൈവത്തെ നിഷേധിക്കുന്ന മനുഷ്യരോടുകൂടെ നശിക്കുവാൻ വേണ്ടിയല്ല ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. മറിച്ച് ദൈവത്തിൻ്റെ പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ജഡം ധരിച്ചു വന്ന് സകല മനുഷ്യവർഗത്തിൻ്റെ പാപം തൻ്റെ മേൽ വഹിച്ച് മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് ശാശ്വതമായിരിക്കുന്ന പരിഹാരം തൻ്റെ കാൽവരിയിലെ ക്രൂശിലും മരണത്തിലൂടെ താൻ വരുത്തി. ആ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആർക്കും പാപക്ഷമ, നിത്യജീവൻ ദൈവം സൗജന്യമായിട്ട് നൽകുന്നു. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ദൈവം ഒരുക്കുന്നതാണ് പുതിയ ഭൂമി. ഈ ഭൂമി ഒരു ദിവസം നശിക്കും. ഈ ഭൂമി നശിക്കുമെന്നുള്ളത് ശാസ്ത്രജ്ഞന്മാർ ആവർത്തിച്ച് പറയുന്നു. ഈ ഭൂമി നശിക്കുമെന്നുള്ളത് സുബോധമുള്ള ഏതു മനുഷ്യർക്കും ചുറ്റും നോക്കിയാൽ മനസ്സിലാകുന്ന ഒരു സത്യമാണ്. അങ്ങനെയെങ്കിൽ നശിക്കാത്ത എന്നേക്ക് നിലനിൽക്കുന്ന ഒരു പുതിയ ഭൂമിക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങണ്ടേ? ആ പുതിയ ഭൂമിക്ക് വേണ്ടി ഒരുങ്ങുവാനായിട്ട് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ജീവിതത്തിലേക്ക് അംഗീകരിച്ച് അവനോട് ചേർന്ന് ആ പുതിയ ഭൂമിക്ക് വേണ്ടി ഒരുങ്ങുവാനായിട്ട് ദൈവം ഞങ്ങളുടെ ശ്രോതാക്കളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ നിർത്തുന്നു. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നലെ ഇന്നും എന്നുമെന്നാളും അനന്യനായുള്ളവൻ നീ മാത്രം. ഇന്നലെ ഇന്നും എന്നുമെന്നാളും അനന്യനായുള്ളവൻ നീ മാത്രം. ചിന്മയരൂപ നന്മസ്വരൂപ നിൻമൊഴി എന്നിൽ നിറയണം. ചിന്മയരൂപ നന്മസ്വരൂപ നിൻമൊഴി എന്നിൽ നിറയണം. ഒരുവരനേശുവിൻ മഹിമകൾ പാടാൻ ഒരുമയോടൊന്നായി അണയുക നാം. നിരുപമമാകും നിർമ്മല വചനം സത്യവും ജീവനും നീ മാത്രം. നിരുപമമാകും നിർമ്മല വചനം സത്യവും ജീവനും നീ മാത്രം. നീതി തന്നിറവേ പാറ തന്നുറവേ നീ മാത്രമെന്നിൽ വാഴേണം. നീതി തന്നിറവേ പാറ തന്നുറവേ നീ മാത്രമെന്നിൽ വാഴേണം. ഗുരുവരനേശുവിൻ മഹിമകൾ പാടാൻ ഒരുമയോടൊന്നായി അണയുക നാം. ഗുരുവരനേശുവിൻ മഹിമകൾ പാടാൻ ഒരുമയോടൊന്നായി അണയുക നാം. അവനല്ലോ വാനം ഭുവനവുമഖിലം തൻ തിരുമൊഴിയാൽ ഉരുവാക്കിയോ. ഗുരുവരനേശുവിൻ മഹിമകൾ പാടാൻ ഒരുമയോടൊന്നായി അണയുക നാം. മരണം കൊണ്ട് അവസാനിക്കുന്നതല്ല മനുഷ്യൻ്റെ ജീവിതം. മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് എന്നാണ് ദൈവവചനത്തിലൂടെ നാം കേട്ടുകൊണ്ടിരുന്നത്. ആ ജീവിതത്തിനായിട്ട് നമുക്ക് എങ്ങനെ ഒരുങ്ങുവാനായിട്ട് കഴിയും? അതെ, അതിനുള്ള വഴി എന്ന് പറയുന്നത് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവാണ്. നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്താതെ നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കുവാനായിട്ട് കഴിയുകയില്ല. കാരണം ദൈവം വിശുദ്ധനാണ്. വിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ പാപിയായിരിക്കുന്ന ഒരു മനുഷ്യന് കയറി ചെല്ലുവാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപത്തിനുള്ള പരിഹാരം ക്രിസ്തുവിൽ നാം കണ്ടെത്തിയെങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. വാസ്തവത്തിൽ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന്
നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി മരിച്ചതുകൊണ്ട് ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിൽ നാം വിശ്വസിക്കുമ്പോഴാണ് നമുക്ക് പാപത്തിന് യഥാർത്ഥമായിരിക്കുന്ന പരിഹാരം വരുന്നത്. എൻ്റെ പാപത്തിന് പരിഹാരത്തിനായിട്ടാണ് യേശു ക്രിസ്തു മരിച്ചത് എന്ന് നാം വിശ്വസിക്കുമ്പോൾ അത് നമുക്ക് രക്ഷയ്ക്ക് കാരണമായി തീരുന്നു, നമ്മുടെ പാപത്തിന് പരിഹാരമായി തീരുന്നു. അതുകൊണ്ട് ഈ വചനങ്ങളെ കേട്ട ഈ നിമിഷം അതേ നമ്മുടെ ഹൃദയങ്ങളെ ദൈവമുമ്പാകെ പകരുവാൻ, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിൽ വിശ്വസിച്ച് അവനെ ജീവിതത്തിലേക്ക് രക്ഷിതാവായി സ്വീകരിക്കുവാൻ ദൈവം നിങ്ങളേവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളങ്ങേ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കുവാനായിട്ടാണ് പോയിരിക്കുന്നത്. കർത്താവിൻ്റെ സന്നിധിയിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. അതൊരുക്കിയാൽ കർത്താവ് വീണ്ടും ഞങ്ങളെ ചേർക്കുവാനായിട്ട് വീണ്ടും മടങ്ങി വരുന്നൊരു ദൈവമാണ് എന്ന ദൈവജനത്തിലൂടെ ഞങ്ങൾ വായിച്ചു കേട്ടു. അതേ മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. സ്വർഗവും നരകവും യാഥാർത്ഥ്യമാണ്. സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് അതേ പാപത്തിന് പരിഹാരം വരുത്തി ദൈവത്തിൻ്റെ മക്കളായി തീരുന്നവരാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് എന്ന് ഞങ്ങൾ കേട്ടു. കർത്താവെ, ഞങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരം കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൽ ഞങ്ങൾക്ക് ലഭ്യമാണ്. കർത്താവ് മരിച്ചത് എൻ്റെ പാപത്തിന് വേണ്ടിയിട്ടാണ്. കർത്താവ് അനുഭവിച്ചത് ഞാൻ അനുഭവിക്കേണ്ട ശിക്ഷകളാണ് എന്ന് അംഗീകരിച്ച് ആ കർത്താവിൽ വിശ്വസിക്കുമ്പോൾ ഞങ്ങളുടെ പാപത്തിന് സമ്പൂർണ്ണമായിരിക്കുന്ന പരിഹാരവും പാപമോചനവും രക്ഷയും ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനം വാഗ്ദത്തം ചെയ്യുന്നുണ്ട് എന്നുള്ളതായിരിക്കുന്ന വചനത്തിനായി സ്തോത്രം. ഇന്ന് ഈ വചനങ്ങളെ കേട്ട ഓരോ പ്രിയപ്പെട്ടവരെയും ഈ നിലയിൽ വിശ്വസിക്കുവാനും അംഗീകരിക്കുവാനും കർത്താവ് കൃപ പകരണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥന ആവശ്യങ്ങളും ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം അഗാപ്പെ ഗോസ്പൽ മിനിസ്ട്രീസ്, 87 മൈത്രി നഗർ, ആശ്രാമം, കൊല്ലം. ഇമെയിൽ ID satyamsatyamai@gmail.com. ഫോൺ നമ്പർ 8136936648. ബൈബിൾ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലൂടെ ഞങ്ങളെ അറിയിച്ചാലും അതിനുള്ള ഉത്തരങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാമിൻ്റെ മറ്റ് സന്ദേശങ്ങളും പാട്ടുകളും കേൾക്കുവാനായി സത്യം സത്യമായി എന്ന ഫേസ്ബുക്ക് പേജും സത്യം സത്യമായി എന്ന യൂട്യൂബ് ചാനലും സന്ദർശിച്ചാലും ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.